ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടത്തരം പഴുത്ത മാങ്ങ ഒരു 4 എടുത്തിട്ടുണ്ട്. ഒരു നല്ല അത്ര എരിവില്ലാത്ത ഒരു 5 പച്ചമുളക്, കുറച്ച് വറ്റൽമുളക്, ഇഞ്ചി, കറിവേപ്പില, നല്ല കട്ട തൈര്, ഒത്തിരി പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മാങ്ങയൊന്ന് കീറി കൊടുക്കുകയാണ്. ഒരു 4 വശം ഒന്ന് കീറി കൊടുക്കുക, ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കണം. കാരണം നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഗ്രേവിയൊക്കെ അതിനുള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ പെട്ടെന്ന് വേവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാ മാങ്ങയും അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അധികം പഴുക്കാത്ത മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാവുന്ന ഒരു പുളിശ്ശേരിയാണിത്, മാമ്പഴ പുളിശ്ശേരി. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പം നമുക്ക് ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടി ഒന്ന് നമുക്ക് ചതച്ച് ഒന്നെടുക്കാം. ഇതേപോലെ ഇങ്ങനെ ഇടിച്ചെടുത്താൽ മതിയാവും. ഇപ്പം വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കടുക് വറക്കാൻ വേണ്ടിയിട്ട്. അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് കടുകൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 സ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ചതച്ച് വെച്ചതെല്ലാം കൂടി ഇതിനകത്ത് ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുത്തു. ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേന് നമുക്ക് ആ ചതച്ച് പച്ചമുളക്, ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പിന്നെ വറ്റൽമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്. എല്ലാം ഒന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് മാങ്ങയൊക്കെ ചേർക്കാം, പൊടി ചേർക്കണം. അപ്പം നന്നായിട്ട് അത് വഴന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത്. ഇനി നമുക്കതിലേക്ക് പാകത്തിന്, അത് മാങ്ങ വേകാനായിട്ട് ഉള്ള വെള്ളം, ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ 4 മാങ്ങ നമ്മൾ കീറിയത് കൊണ്ട് ആ ഗ്രേവി എല്ലാം അതിനകത്തോട്ട് പൊക്കോളും വെന്ത ഉടനെ തന്നെ. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം അന്ന് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിച്ചാൽ മതിയാവും. പെട്ടെന്ന് റെഡിയാവും. പഴുത്ത മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കാരണം നമ്മൾ നികന്ന് വെള്ളം ഒഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് തീ കുറച്ചിട്ടിട്ട് വേണം ഈ തൈര് ഒഴിക്കാനായിട്ട്. നല്ല കട്ട തൈരാണ്. അപ്പോൾ തീ കുറച്ചിട്ടിട്ടാണ് ഞാൻ തൈര് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തിളയ്ക്കണ്ട. തിളച്ച് വന്നു കഴിഞ്ഞാൽ അത് തൈരെല്ലാം കൂടെ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് തിളയ്ക്കണ്ട. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഒന്ന് ചൂടായി ചെറുതായിട്ട് ചൂട് വന്നു കഴിയുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഉപ്പ് നേരത്തെ നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തു. തൈരിനകത്ത് ഓൾറെഡി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഉപ്പ് പാകത്തിനാണോ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്, ചൂടായി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയി കഴിഞ്ഞ് എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.